ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പെറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ട് കുട്ടികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല പാട്ടൊക്കെ ഇട്ട് കുട്ടികളൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിൽ നല്ല ഡാൻസിലൊക്കെയാണ്. ഒരാൾക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ് ടിക്കറ്റ് കൗണ്ടർ. ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടറിൽ അങ്ങനെ വളരെ തിരക്കൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് വരാവുന്നതേ ഉള്ളൂ. ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റ്. നമുക്കപ്പോൾ ഉള്ളിലോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഉള്ളിലോട്ട് കയറുമ്പോൾ ആദ്യം നമുക്ക് 2 സൈഡിൽ അക്വേറിയം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മീനുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല കൂട്ടമായിട്ടുള്ള മീനുകളുടെ ആ ഒരു നീന്തി തുടിച്ച് പോകുന്ന കാണാൻ വളരെ ഭംഗിയാണ്. 2 സൈഡിലും പ്രത്യേകിച്ച് നമുക്കിങ്ങനെ മീനുകൾ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവാം, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ കാണിക്കുന്നത്. പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. മീനിൽ തന്നെ പല ടൈപ്പാണ്, ചെറുതും വലുതും കളർഫുള്ളും, അങ്ങനെ കുറേ പേര് അവിടെ ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ തിരക്കിലാണ് എല്ലാവരും. കവി എന്താണ് ഈ കൈ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും ഫോട്ടോ എടുക്കുന്നതെന്ന് കരുതി പോസ് ചെയ്യുന്നതാണോ എന്നറിയില്ല. എന്തായാലും കൈ കൊണ്ട് എന്തോ ആങ്ങിയൊക്കെ കാണിക്കുന്നുണ്ട് മീനിന്. എടാ മോനെ, ഈ സൈഡ് കാണിക്കും, ഇങ്ങോട്ട് കാണിക്കും. ഓ എന്താ ഒരു ഭംഗി നോക്കി. ഓ മൈ ഗോഡ്, നിയോൺ കളേഴ്സിലുള്ള ഫിഷാണ്. ഇത് നമ്മൾ ഒരുപാട് ഈ അക്വേറിയത്തിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ടെങ്കിൽ ഇത്രയധികം മീൻ ഒരുമിച്ച് ഒരു ടാങ്കിനുള്ളിൽ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്, എല്ലാ കളറിലുള്ള മീനുകളുണ്ട്, അടിപൊളി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ, എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നുള്ളതിലൊക്കെ ഉള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ സാർ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. കണ്ണെടുക്കാൻ തോന്നില്ല, അത്ര തന്നെ ഗംഭീരമായ കാഴ്ചയാണ്. ഞാനൊക്കെ ഫസ്റ്റ് ടൈമാണ് ഈ ടണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ടാകും, പക്ഷേ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ടണലിനുള്ളിലൂടെ. അത് 2 സൈഡിലും മോനെ. അങ്ങനെ നമ്മളുടെ മീനുകളുടെ സെക്ഷൻ തീർന്നു. നെക്സ്റ്റ് നമ്മൾ കോഴി, പ്രാവ്, അങ്ങനത്തെ പക്ഷികളുടെ ആ ഒരു സെക്ഷനിലോട്ടാണ് കയറുന്നത്. ദൈവമേ, ഓരോന്നിനും തന്നെ ഭയങ്കര കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെറൈറ്റീസാണ്. ഇതൊക്കെ ഇപ്പോൾ കാണുന്നത് പ്രാവുകളാണ്. ബ്രൗണ്, വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ മിക്സഡ്. അതിൽ തന്നെ ഫെദർ ഉള്ളത്, ഫെദർ ഇല്ലാത്തത്, അങ്ങനെ പല ടൈപ്പ് ഇതാണുള്ളത്. ഇവരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാശ് വെറുതെ അല്ല. ഞാൻ ആദ്യം കരുതിയത്, മുൻപ് ഇതുപോലെ ഒരു ഇതിൽ പോയിട്ടുണ്ടായിരുന്നു, വെറുതെ കാശ് വേസ്റ്റ് ആയിരുന്നു. ഇത് പക്ഷേ അവർ വാങ്ങുന്ന റേറ്റിനുള്ളതുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ പണി കഴിഞ്ഞിട്ടില്ല. അവർ വീണ്ടും അറേഞ്ച്മെൻറ്റ്സിലാണ്. ഇനിയും ഷോപ്പുകൾ വരാനുണ്ട്, വീണ്ടും ഷോയ്ക്കുള്ള ഇത് ചെയ്യാനുണ്ടോ, അങ്ങനെ അവർ അതിൻ്റെ തന്നെ ജോലിയിലാണ്. പക്ഷേ ഇവിടെ ഒരു ആശാൻ, ഞാൻ ഫോട്ടോ എടുക്കുന്ന അത്യാവശ്യം ചെറിയ തിരക്കുകളൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
നല്ല രസമുണ്ട് എന്തായാലും. ഇത് അടിപൊളിയാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു പ്രാവാണ്. ഇതിൻ്റെയൊക്കെ പേരും വെറൈറ്റി ഏതാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ കാണുക, കണ്ണിന് കുളിർമയാക്കുന്ന കാഴ്ച കണ്ട് ആസ്വദിച്ച് പോകുക, അത്രയേ ഉള്ളൂ. എനിക്ക് ഇതിനെക്കുറിച്ചുള്ള വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് തത്തയാണെന്നാണ് തോന്നുന്നത്. ലവ് ബേർഡ്സ് ആണോ എന്താണോ എന്തോ ചെറിയൊരു ഡൗട്ടുണ്ട്. തത്തയാണോ ലവ് ബേർഡ്സ് ആണോ എന്നറിയില്ല. എന്തോ ഒരു സംഭവം, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. തത്തയാണെന്നാണ് തോന്നുന്നത്. എന്തേലും ആയിക്കൊണ്ടോട്ടെ അല്ലേ. നമ്മൾ കാണുക, ആസ്വദിക്കുക, തിരിച്ചിങ്ങോട്ട് പോരുക. വാ, ഇത് തത്തയാണ് എന്തായാലും. വാ, സൂപ്പറല്ലേ. നമ്മൾ ഈ പിക്ചറിലൊക്കെ വരയ്ക്കുന്ന പോലെ ആ ഒരു ടൈപ്പ് ഇങ്ങനെയൊക്കെ ഒറിജിനൽ ഉണ്ടല്ലേ. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി. സമ്മതിക്കണം. അത് നോക്കുന്നുണ്ടോ ദൈവത. ഇവിടെ കുറേ പേര് മുകളിൽ കയറി ഇരിപ്പുണ്ട്. ഹലോ, ഇതാ ഇവിടെ ഇവിടെ ഇവിടെ. അയ്യോ, അത് പേടിച്ചെന്ന് തോന്നുന്നു ഞാൻ വിളിക്കുന്ന കേട്ടിട്ട്. ഞാൻ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതല്ല മക്കളെ, ജസ്റ്റ് ഇതിലൊന്ന് വീഡിയോ എടുത്തിട്ട് പോകാൻ വന്നതാണേ. അതാ എന്നെ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചരണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. 2 പേര് അവർ ഭയങ്കര റൊമാൻസിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ വീഡിയോ എടുക്കുക, എന്തെങ്കിലും ചെയ്തു, ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക. നെക്സ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അയ്യോ ഇത് എനിക്ക് കാണാൻ വയ്യ. പാമ്പെന്ന് പറഞ്ഞാലേ എനിക്ക് ഒരു രോമാഞ്ചമാണോ അലർജിയാണോ എന്താണോ ഒരു വല്ലാത്ത വികാരമാണ്. അടിപൊളി. ഒരാളിവിടെ തൊട്ട് നോക്കിയിട്ടുണ്ട്. അടുത്തതാ എൻ്റെ മോളും തൊട്ടു. ഇനിയുള്ളത് എഫ്രയാണ്. എഫ്ര തൊടുവോ ഇല്ലേ എന്നുള്ളതാണ് അറിയേണ്ടത്. എഫ്രത തൊടാനൊക്കെ ഉള്ള വ്യഗ്രതയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എന്തായാലും തൊടുന്നില്ല. ഇഷ്ടമല്ലാത്തൊരു സാധനം തൊട്ട് നോക്കാൻ പേടിയല്ല, ഒരു വിമ്മിഷ്ടം. തൊടാനൊരു ഇൻട്രസ്റ്റേ ഇല്ല. അതുകൊണ്ടാണ്. ഞാൻ തൊടുന്നില്ലേ. ഇതാ എഫ്ര തൊടാനുള്ള പിടിച്ച് ഞെക്കാണ്. തൊടാൻ പറഞ്ഞാൽ പിന്നെ പിടിച്ചിട്ട് അതിനെ അതാ ആൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നു. എഫ്ര അതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്നേ ഇല്ല. അവനത് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നാണ് പറയണത്. ദൈവമേ, ഇഷ്ടപ്പെടാൻ പറ്റിയ സാധനം. ഇവിടെ വേറെ കുറേ പേര് ഇരിപ്പുണ്ട്. പച്ച കളറും പിന്നെ ആ മരത്തിൻ്റെ അതേ കളറിൽ ബ്രൗൺ കളറിലൊക്കെ ഇരിപ്പുണ്ട്. ഓന്താണെന്ന് തോന്നുന്നു അല്ലേ. ഇത് ഓന്തല്ലേ. അടുത്ത് നമ്മൾ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ താറാവാണോ? അതെ, താറാവാണ്, വെള്ളത്താറാവ്. പിന്നെ ഇവിടെയും ഒരു ഓന്ത് അണ്ണാൻ ആശാൻ ഇരിപ്പുണ്ട്. തല ആ സൈഡിലാണ്. കിട്ടുമെന്നോ? നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം തല കിട്ടുമെന്ന്. തല കിട്ടാൻ പോയിട്ട് അവസാനം എനിക്ക് വല്ല കൊട്ടും കിട്ടുക. നോക്കണുണ്ട്, എല്ലാം അറിയുന്നുണ്ടേ. നെക്സ്റ്റ് സെക്ഷൻ ഫുള്ള് തത്തയുടേതാണ്. തത്തയുടെ തന്നെ പല വെറൈറ്റീസ്, കളേഴ്സ് അങ്ങനത്തെയൊക്കെ വരുന്ന സംഭവങ്ങളാണ്. നെക്സ്റ്റ് കോഴി സെക്ഷനാണ്. കോഴികളെ കടന്നു വരുവിൻ. നിങ്ങളുടെ ഫ്രണ്ട്സിനേതാ കൂട്ടിലൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. കോഴികളായ കൂട്ടുകാരന്മാരെ കടന്നു വരൂ.
അങ്ങനെ കോഴിയും പൂച്ചയും തത്തയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇവിടെ ഫുള്ള് കടകളാണ്. മൊബൈലിൻ്റെ ഷോപ്പ്, പിന്നെ എന്താ രാജസ്ഥാനി സ്പെഷ്യൽ പിക്കിൾസ്, അവിടെ പലതരം വെറൈറ്റി അച്ചാറുകൾ, ഇവിടെ ഫർണിച്ചർ, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം അലുവ, പിന്നെ അവർ കേരള അലുവയാണെന്നൊക്കെ പറയുന്നു. ഇതാ ബുക്ക് സെക്ഷനാണ്. ഇവിടെ ആ സംഭവം സീരിയസ് ആയിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഒന്നും വാങ്ങത്തില്ല എന്ന് എനിക്കറിയാം. വെറുതെ ആൾക്കാരെ കാണിക്കുക, എന്ത് വെറുതെയാണ്, വെറുതെ വായനാശീലം തീരെ ഇല്ലാത്തതാണ്. ചുമ്മാ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്താണ്ടൊക്കെ. അതാ ഇവിടെ ആണെങ്കിൽ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ 90s കിഡ്സിൻ്റെയൊക്കെ രോമാഞ്ചമായ സ്വീറ്റ്സുകളെല്ലാം ഇവിടെ തന്നെയുണ്ട്. സിഗരറ്റ് മിഠായി, പിന്നെ ജോക്കർ മിഠായി, ഈ ഒരു ഓറഞ്ച് കളർ മിഠായി, അത് ഇവിടെ കാണിച്ച് ഒരു ഓറഞ്ച് കളറിലൊരു 25 പൈസയായിരുന്നു എനിക്കിതാ ഈ മിഠായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ 25 പൈസയായിരുന്നു അന്ന്. ഇതിൻ്റെ കൂടെ ഇനി ഒരു ഗ്രീൻ കളറിൽ വരും, പക്ഷെ അത് കാണാനില്ല കേട്ടോ. ഈ മിഠായി ഇതിൻ്റെയൊക്കെ പേരെനിക്ക് മറന്നുപോയി. പക്ഷേ ഇതൊക്കെ ഒരു നെസ്റ്റുമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇത് കണ്ട ഈ കട മൊത്തത്തിൽ ഞാൻ വാങ്ങാം. അതുകൊണ്ട് പതിയെ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി. ഇവിടെ ആണെങ്കിൽ നട്ട്സ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ്. അച്ചാർ കൊതിയന്മാർക്കൊക്കെ ഇത് കാണുമ്പോൾ നാക്കിൽ ഇങ്ങനെ കപ്പലോടുന്ന തരത്തിൽ വെള്ളം ഊറി വരും. പൊതുവേ എനിക്ക് ഈ അച്ചാർ കാണുമ്പോൾ ഇങ്ങനെ നാക്കിൽ വെള്ളം വരാറുണ്ട്. പക്ഷെ എന്താണോ ഈ അച്ചാർ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ സെക്ഷൻ നമുക്ക് പറ്റിയതല്ല. നമ്മൾ പതിയെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ് നമുക്ക് നല്ലത്. അതാ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അമ്മ പ്ലീസ് അമ്മ പ്ലീസ് അമ്മ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നൈസായിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. ഇവിടെ ലേഡീസിൻ്റെ ഫുഡ് വെയറാണ്. പല ടൈപ്പ് ചെരുപ്പുകളും സാധനങ്ങളും. ഇവരെന്നെ വിടുന്ന ലക്ഷണമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് കാണിച്ചിട്ട് പ്ലീസ് അമ്മ പ്ലീസ് അമ്മ. കയ്യിൽ 5 പൈസ ഇല്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിച്ച് അവിടെ വച്ചിട്ട് മൂവ് ഓൺ ചെയ്യുക. അതാണ് നമുക്ക് പറ്റിയിട്ടുള്ളത്. അതെ, ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുകയായിരുന്നു, വാങ്ങിച്ചിട്ടൊന്ന് പല കളേഴ്സൊക്കെ ഉള്ളത്. അതൊക്കെ ആ സമയത്ത് ഓരോ ഇതായിരുന്നു. പിന്നീട് ഇത് കെമിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു. അതിൻ്റെ തന്നെ പല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കളേഴ്സും അങ്ങനെയൊക്കെ. അതെ, ഇവിടെ ഒരു ചേട്ടൻ ഞങ്ങളെ കണ്ടിട്ടാവണം കാര്യമായിട്ടിരുന്ന് അലുവ ഇറക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിക്കാതെ പോകാനൊരു മനസ്സില്ല. അതുകൊണ്ട് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് കരുതി. എൻ്റെ മകൻ അവൻ പുലിയാണത്, എനിക്ക് തരാണ്ട് സ്വന്തമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ 2-3 ഐറ്റം അലുവ മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണെന്ന് അറിയില്ല. ദൈവമേ, ഇവരത് അത് വേണം ഇത് വേണം, അമ്മേ പ്ലീസ് അമ്മ അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കാം. ഇവർ കൊച്ചുമക്കളല്ല, അവർക്ക് എന്ത് കണ്ടാലും അതൊക്കെ വേണം. പക്ഷെ അരമണിക്കൂറത്തേക്കേ ഉള്ളൂ സാധനങ്ങൾ, അതാണ് വിഷയം. അതുകൊണ്ടാണ് ഈ വാങ്ങാനൊരു മടി. പിന്നെ ഇവിടെ വരുമ്പോൾ ഈ ഫുഡ് കോർട്ടാണെന്ന് തോന്നുന്നു. പല ടൈപ്പ് പാനിപൂരി അങ്ങനത്തെ ഫുഡ്സ്. പിന്നെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ പാർക്ക്, അതും അധികം കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുൻപൊരിക്കൽ പോയതിൽ ആകെ 2-3 ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഈ സിനിമാ നടിമാർക്ക് ഈ കയറി ഇങ്ങനെ കറങ്ങി വീഡിയോ എടുക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഞാനിതാ ഒരു ബോള് എറിയാനുള്ള ഒരു വ്യഗ്രതയിലാണത്. അടുത്ത ആൾ കരയുന്നുണ്ട്. എറി മക്കളെ എറിയൂ. ബോൾ ഗ്ലാസ്സിൽ പോലും കൊണ്ടില്ല. പുറത്ത് പുള്ളിയുടെ കൈ വയ്യാത്തത് കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ എൻ്റെ മകനിതാ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതെന്തായാലും സമ്മതിച്ചു. ബാക്കി ഒന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഒരു ഗ്ലാസ് ഇറങ്ങിയത്. പുള്ളിക്ക് കൈ വയ്യാത്തതുകൊണ്ടാണ്. പിന്നെ തരുന്ന ബോൾ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ബോളാണ്. ഇച്ചിരി കനമുള്ള ബോളായിരുന്നെങ്കിൽ എറിയുന്നിടത്ത് കൊള്ളുമല്ലോ. ഇത് കാറ്റത്ത് അത്യാവശ്യം നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതാരണം അത് പറന്ന് എവിടെയാണ്ട് പോയി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പാർക്കാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പലതരം, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്പോട്ടാണ്. ഇവിടെ വരുന്നത് അത്യാവശ്യം നല്ല ഇതാണ് കേട്ടോ, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് അത്രയൊക്കെ തന്നെ. അങ്ങനെ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയതാ. നിങ്ങൾ കണ്ടോ? ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്തുതരാം, നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാം. ബൈ.